ആപ്പിളിന്റെ ഐഫോൺ 16e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16e എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ SEയുടെ ഒരു സക്സസർ ആയിട്ടായിരിക്കും വരിക. അപ്പം പഴയ വെർഷനിൽ 4.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ക്രീൻ സൈസിൽ അത്യാവശ്യം വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ OLED പാനൽ തന്നെ വരുന്നതായിരിക്കും, LCD പാനലായിരിക്കില്ല വരിക. പിന്നെ വലിയൊരു നോച്ചും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം ഐഫോൺ 14 സീരീസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ വലിയൊരു നോച്ച് ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം പഴയ SE വെർഷനിൽ നോച്ചല്ല, മുകളിലും തായും വലിയ ബെസൽസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഈ ഒരു നോച്ച് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഡിസൈനിൻ്റെ കാര്യത്തിലും ഡിസ്പ്ലേയുടെ ഒക്കെ കാര്യത്തിൽ ഇപ്പം പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നോച്ച് വരുന്നതായിരിക്കും, OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരും, ഡിസ്പ്ലേ സൈസൊക്കെ വലുതാവുന്നതായിരിക്കും. പിന്നെ ഇതിൽ ആക്ഷൻ ബട്ടൺ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പം ഐഫോൺ 16 സീരീസിലൊക്കെ ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ബട്ടണിലോട്ട് നമുക്ക് പല കാര്യങ്ങളും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഏത് ആപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൈലൻസ് കീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പുതിയൊരു ബട്ടൺ ഇതിൽ എക്സ്ട്രാ വരുന്നതായിരിക്കും. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും ഉണ്ടാവില്ല, ഫേസ് ID ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ സീരീസിൽ വരുന്ന ഫോണുകളിൽ കാണുന്നത് പോലെ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വൈറ്റ് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ 18 ബയോണിക് ചിപ്പ് ഇതിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിൻ്റെ 16 സീരീസിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സറാണ് വരുന്നത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൽ 8 GB റാം ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ആപ്പിളിൻ്റെ ഫീച്ചർ ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 8 GB റാം വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ആപ്പിൾ ഐഫോൺ 15ലും 15+ലൊന്നും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ ഇല്ലാത്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ iOS 18 സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇപ്പോൾ പഴയ SE വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അപ്ഗ്രേഡൊക്കെ തന്നെയാണ്. 48 മെഗാ പിക്സലിലെ ക്യാമറയും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 3279 mAh ബാറ്ററി ആയിരിക്കും വരിക. അപ്പം ഓൺ പേപ്പർ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിലും പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് ഒരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം 15 സീരീസിലും 14 സീരീസിലൊക്കെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം വരുന്നുള്ളൂ. പിന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ Type-C ചാർജിങ് പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം 2025 ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഐഫോൺ SE 4 എന്ന പേരിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ SE 4 എന്ന പേരിലായിരിക്കില്ല ആ ഫോൺ ലോഞ്ച് ചെയ്യുക, പകരം 16e എന്ന പേരിലായിരിക്കും ആ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ശരിക്കും SE സീരീസിൽ വരുന്ന ഫോണായിരിക്കും. അപ്പം പുതിയൊരു പേരിൽ വരുന്നു എന്നേ ഉള്ളൂ. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില $500 പ്രൈസിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 42,000 രൂപ പ്രൈസ് വെച്ചിട്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു 45,000 to 50,000 രൂപ പ്രൈസ് വെച്ചിട്ടൊക്കെയായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ആപ്പിളിൻ്റെ ഐഫോൺ 16e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളൊരു പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.